നയൻതാര വിഘ്നേഷ് പ്രണയം കാരണം നഷ്ടമായത് കോടികളെന്ന ആരോപണവുമായി ധനുഷ്. 4 കോടി ബജറ്റിൽ നിശ്ചയിച്ച സിനിമ ആ ബജറ്റിൽ പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നു. നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനുമെതിരെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച് നടൻ ധനുഷ്. ഇരുവർക്കുമെതിരെ സത്യവാങ്മൂലത്തിൽ രൂക്ഷ ഭാഷയിൽ ധനുഷ് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നയൻതാരയും വിഘ്നേഷും തമ്മിലുള്ള പ്രണയം മൂലമാണ് നാനും റൗഡിത്താൻ എന്ന സിനിമയുടെ ചിത്രീകരണം നീണ്ടുപോയതെന്ന് ധനുഷ് ആരോപിക്കുന്നു. നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലായതോടെ ഇരുവരും സെറ്റിലേക്ക് വരാൻ വൈകുന്നത് പതിവായി. സെറ്റിലൊട്ടും പ്രൊഫഷണൽ അല്ലാതെയാണ് ഇരുവരും പെരുമാറിയിരുന്നത്. ഈ കാരണങ്ങളാൽ 4 കോടി ബജറ്റിൽ നിശ്ചയിച്ച സിനിമ ആ ബജറ്റിൽ പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നുവെന്ന് ആരോപിക്കുന്നു. കൂടാതെ ഡോക്യുമെൻ്ററിക്കായി നാനും റൗഡിത്താൻ എന്ന സിനിമയുടെ ദൃശ്യങ്ങൾ രഹസ്യമായി വിട്ടുനൽകണമെന്ന് ധനുഷിൻ്റെ നിർമ്മാണ കമ്പനി വണ്ടർ ബാർ ഡയറക്ടറെ വിളിച്ച് വിഘ്നേഷ് ആവശ്യപ്പെട്ടു. ധനുഷ് അറിയാതെ ഈ കാര്യം ചെയ്യാനാകില്ല എന്ന് കമ്പനി മറുപടി നൽകിയതോടെ വിഘ്നേഷ് അസഭ്യം പറഞ്ഞുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ധനുഷുമായുള്ള തർക്കങ്ങളെക്കുറിച്ചുള്ള നയൻതാരയുടെ പ്രതികരണവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഒരിക്കലും താൻ നടത്തിയ പ്രസ്താവന ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരുന്നില്ല. ഇത് വിവാദമാക്കണമെന്ന് കരുതിയിരുന്നില്ല. ഡോക്യുമെൻ്ററി പുറത്തിറങ്ങുന്നതിന് മുമ്പ് കുറിപ്പ് പങ്കുവെക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നതുമല്ല. ദി ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് നയൻതാര വിഷയത്തിൽ പ്രതികരിച്ചത്. പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരാളുടെ പ്രതിച്ഛായ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ വളരെയധികം പിന്തുണച്ച ധാരാളം ആളുകളുണ്ട്. അതിൽ പലരും ധനുഷിൻ്റെ ആരാധകരായിരുന്നു. ഞങ്ങൾ നടത്തിയത് ഡോക്യുമെൻ്ററിക്കുള്ള PR ആണെന്ന് പലരും ആരോപിച്ചു. എന്നാൽ അത് ശരിയല്ല. ഞങ്ങളുടെ മനസ്സിൽ പോലും വന്നിട്ടില്ല. ഇതൊരു സിനിമയല്ലല്ലോ, ഡോക്യുമെൻ്ററിയല്ലേ. ഇത് ഹിറ്റോ ഫ്ലോപ്പോ ആവാവുന്ന ഒന്നല്ലല്ലോ എന്ന് നയൻതാര പറഞ്ഞു. താൻ പരസ്യമായി സംസാരിക്കുകയും പൊതുസ്ഥലത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതിനാലാണ് വിവാദമുണ്ടായത്. എന്നാൽ കുറിപ്പിന് മുമ്പ് ധനുഷിനെ ബന്ധപ്പെടാൻ ആത്മാർത്ഥമായി തന്നെ ശ്രമിച്ചിരുന്നു. എന്നാൽ അതിൽ ഫലമുണ്ടായില്ല. സുഹൃത്തുക്കൾ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചു. ധനുഷിൻ്റെ മാനേജരെ വിഘ്നേഷ് പലതവണ വിളിച്ചിരുന്നുവെന്നും താനും മാനേജരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും നയൻസ് പറയുന്നു. തങ്ങളുടെ ഫോണുകളിൽ പകർത്തിയ BTS ഫൂട്ടേജുകളാണ് ഉപയോഗിച്ചത്. അത്തരം ഫൂട്ടേജുകൾ കരാറിൻ്റെ ഭാഗമായത് ഇപ്പോഴാണ്. 10 വർഷം മുമ്പ് അങ്ങനെയായിരുന്നില്ല. മാത്രമല്ല അത് തങ്ങളുടെ ഫോണിൽ എടുത്ത റാൻഡം വീഡിയോസ് മാത്രമായിരുന്നു. ഇത് അനീതിയാണ്. എവിടുന്നാണ് ധൈര്യം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ധൈര്യം വരുന്നത് സത്യത്തിൽ നിന്നാണ്. എന്തെങ്കിലും കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ തനിക്ക് ഭയം തോന്നൂ എന്നും നടി പറഞ്ഞു.